ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടൻറ്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടൻറ്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടൻ്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവൾ കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. കൊല്ലം സുധിയുടെ മകൻ കിച്ചുവിന്റെ തുറന്നു പറച്ചിലുകൾക്ക് ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേണുസുതി പുറത്തുവിട്ട വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവർ പറയുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും തനിക്ക് കയറുവാൻ പറ്റുന്നില്ല, അത്രമാത്രം രൂക്ഷമായ ആക്രമണമാണ് അവർക്കെതിരെ നടക്കുന്നതെന്നാണ്. കൊല്ലം സുധിയുടെ മകൻ കിച്ചു കഴിഞ്ഞ ദിവസം തനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത സങ്കടമുണ്ടായിരുന്നിട്ടും പബ്ലിക്കിന്റെ മുമ്പിൽ പരസ്യമായി കരയാതെ കരഞ്ഞുകൊണ്ട് ചെയ്തൊരു വീഡിയോ, ആ വീഡിയോ കണ്ട പ്രേക്ഷകരൊക്കെ കരഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം ആ കുട്ടി തൻ്റെ ചെറിയ പ്രായം മുതൽ അനുഭവിച്ചു. എന്നാൽ രേണുസുതിയുടെ ഈ കരച്ചിൽ കണ്ടപ്പോൾ നമ്മുടെ ആരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവില്ല, ആർക്കും ഹൃദയം വേദനിച്ചിട്ടുമുണ്ടാവില്ല. പകരം ചിരിയായിരിക്കും വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പുച്ഛം. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ ഈ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ പൊട്ടിച്ചിരിക്കുവാനാണ് തോന്നിയത്. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് രേണുസുതി. സോഷ്യൽ മീഡിയയിൽ വൈറലാകുവാൻ വിവാദങ്ങൾ ഉണ്ടാക്കണം, നെഗറ്റീവ് കണ്ടന്റുകൾ പുറത്തുവിടണം, എങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയ രേണു സഭ്യതയുടെ പല സീമകളും ലംഘിച്ച് മുൻപോട്ട് നീങ്ങുകയും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ആ കോമാളിത്തരങ്ങൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കുവാൻ തുടങ്ങിയപ്പോൾ രേണു പറഞ്ഞത്, നീയൊക്കെ എന്തു വേണമെങ്കിലും പറഞ്ഞു, അതൊന്നും എൻ്റെ രോമത്തിൽ പോലും തൊടില്ല. നീയൊക്കെ എഴുതുന്ന കമന്റുകൾ ആര് വായിക്കുന്നു, ആര് നോക്കുന്നു? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരയുന്നവർ കരഞ്ഞു തീർക്ക്, രേണുസുതി മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെയായിരുന്നു വീരസ്യങ്ങൾ. ആ രേണുസുതി തന്നെയാണ് ഇപ്പോൾ വന്നിട്ട് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല, കമന്റോളികളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കരയാൻ കാരണമെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതു മനുഷ്യർക്കും മനസ്സിലാകും. എന്ന് വെച്ചാൽ കാര്യങ്ങൾ കൈവിട്ടുപോയി, ഇനി പിടിച്ചാൽ കിട്ടില്ല എന്ന് രേണുസുതിക്ക് മനസ്സിലായി. രേണുസുതി എന്ന വ്യക്തി ആരാണ് എന്ന് ഇത്രയും കാലം അവർ മറച്ചു വെച്ചിരുന്ന, മൂടി വെച്ചിരുന്ന രഹസ്യങ്ങൾ മുഴുവൻ ചുരുളഴിച്ച് പുറത്തിട്ടു എന്നും മനസ്സിലാക്കിയ രേണു ആകെ തകർന്നിരിക്കുകയാണ്. സമനില തെറ്റിയ അവസ്ഥയിലാണ് രേണു ഇപ്പോഴെത്തിയിരിക്കുന്നത്. എന്തിനാണ് രേണു ഇപ്പോൾ പൊട്ടിക്കരയുന്നത്? ആരുടെ ഏത് കമന്റാണ് ഇപ്പോൾ അവർ വായിച്ചത്? രേണുവിനെ ആരൊക്കെയോ കണ്ടന്റാക്കി മാറ്റി എന്നവർ പറയുന്നു. പൈസ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് രേണുവിനെ മാത്രം കണ്ടന്റാക്കുന്നത് എന്ന് പറഞ്ഞവർ വിലപിക്കുന്നു. അല്ല, രേണു എന്തിനാണ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്? എന്തിനാണ് രേണു എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത്? ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയല്ലേ? അല്ലാതെ യാതൊരു തരത്തിലുള്ള ഫ്രീ സർവീസും ഇതുവരെ രേണു ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിഷയങ്ങൾ, അതിപ്പോൾ രേണു അല്ല, ആരുടെ വിഷയമാണെങ്കിലും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാർ അതിനെ കണ്ടന്റാക്കും. റിയാക്ഷൻ ചാനലുകൾ രേണുസുതിയെ ഒരു കണ്ടന്റാക്കി മാറ്റിയപ്പോൾ അത് തന്നെ മുൻപോട്ട് നീങ്ങുവാനുള്ള ഒരു വഴിത്താര എന്ന് മനസ്സിലാക്കി അതിനെ ഒരു ജീവിത മാർഗമാക്കി മുൻപോട്ട് കൊണ്ടുപോയ വ്യക്തിയാണ് രേണുസുതി. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് പറഞ്ഞതുപോലെ രേണുസുതി എന്ന വ്യക്തിയെ ഈ അളവിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയാണ്, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ ചാനലുകാരൊക്കെ തന്നെയാണ്. ഈ റിയാക്ഷൻ ചാനലുകാർ നിങ്ങളെ കൊണ്ട് അരി മേടിച്ചിട്ടുണ്ടെങ്കിൽ
അവരുണ്ടാക്കി നൽകിയ ഹൈപ്പിലൂടെയാണ് നിങ്ങളിപ്പോൾ വിദേശ പര്യടനം ഉൾപ്പെടെ നടത്തുന്നതും ബിഗ് ബോസിനകത്ത് പ്രവേശിച്ചതും ലക്ഷങ്ങൾ ഓരോ മാസവും കൊയ്തു കൂട്ടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ കണ്ടന്റ് ആക്കുന്ന വ്യക്തികളെ നിങ്ങൾ ഒരിക്കലും പഴിക്കരുത്. ദൈവം നിങ്ങളുടെ മുൻപിൽ തുറന്നു വെച്ച ഒരു വാതിലാണ് ഈ റിയാക്ഷൻ ചാനലുകാർ എല്ലാം. അല്ലെങ്കിൽ രേണു പറയണം, എന്തെങ്കിലും പ്രത്യേക കഴിവുകൾ ഉള്ളത് കൊണ്ടോ ആ കഴിവുകളെ ജനം കൈനീട്ടി സ്വീകരിച്ചത് കൊണ്ടോ ആണോ ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ രേണു എത്തിപ്പെട്ടിരിക്കുന്നത്? കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം അലൻ ജോസ് പെരേരയെ വീട്ടിലേക്ക് വിളിച്ച് അയാളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് വിവാദമുണ്ടാക്കി തുടങ്ങിയ രേണു പിന്നീട് അങ്ങോട്ട് വിവാദങ്ങൾക്ക് വേണ്ടി മാത്രം കണ്ടന്റുകൾ സൃഷ്ടിക്കുന്ന വ്യക്തിയായി മാറി. സോഷ്യൽ മീഡിയ നിരന്തരം ആക്രമണം അഴിച്ചുവിടുവാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ശക്തിയുക്തം പോരാടി. ഒരിടത്തു പോലും ഒരിക്കൽ പോലും അയ്യോ അവരെന്നെ ട്രോളുന്നേ, എനിക്കെതിരെ നെഗറ്റീവ് കമന്റ് വരുന്നേ എന്ന് പറഞ്ഞ് രേണു ഇന്നേ കാലം വരെ കരഞ്ഞിട്ടില്ല. അതിനെയൊക്കെ നേരിടുക എന്നുള്ളത് തന്നെയായിരുന്നു രേണുവിന്റെ ലക്ഷ്യം. അങ്ങനെ നേരിട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി രേണു ഒടുവിൽ വൈറലായി. വാസ്തവത്തിൽ ഇപ്പോൾ രേണു സുധി തിരിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെപ്പറ്റി. ഞാലിയാകുഴിക്കാരൻ ബിനു എന്ന വ്യക്തിയെ സമൂഹം ഇപ്പോഴും മറന്നിട്ടില്ല. മാത്രവുമല്ല, കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയായിരുന്ന വീണ, ആ വീണയുടെ കസ്റ്റഡിയിൽ നിന്നും സുധിയെ ചൂണ്ടയിട്ട് പിടിച്ച് സ്വന്തം ഭർത്താവാക്കി മാറ്റിയ കഥകൾ, ഈ കഥകളൊക്കെ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി. അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി രേണു സുധി പറഞ്ഞ ഓരോരോ കള്ളങ്ങളും മിനിറ്റുകൾ വെച്ച് അത് കല്ലുവെച്ച നുണകളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി. അന്നൊന്നും രേണു സുധി കരഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ സ്ത്രീത്വത്തെ പോലും അപമാനിച്ചുകൊണ്ട് നിങ്ങളൊരു വേശ്യാ സ്ത്രീയാണ്, നിങ്ങൾ കൊല്ലം സുധിയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് മറ്റുള്ള പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് സോഷ്യൽ മീഡിയ വിളിച്ചു പറഞ്ഞു. കൊല്ലം സുധി മരണപ്പെട്ട ശേഷം നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഏതോ ഒരു മനുഷ്യനുമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ട് നിങ്ങൾ ഗർഭിണിയായി ഒടുവിൽ ആ ഗർഭം അലസിപ്പിക്കുവാൻ നിങ്ങൾ എവിടേക്കോ പോയ കഥകൾ വരെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ജനങ്ങൾ ചർച്ച ചെയ്തു. എന്നിട്ടും നിങ്ങൾ കരഞ്ഞില്ല. സത്യത്തിൽ നിരപരാധിയായ ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ നിങ്ങളല്ലാതെ മറ്റാരായിരുന്നെങ്കിലും അതിനെതിരെ പ്രതികരിക്കുമായിരുന്നു, കേസ് കൊടുക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു വാർത്ത വന്നതിനെ കണ്ട ഭാവം പോലും നടിക്കാതെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. മറ്റാരാണെങ്കിലും തകർന്നു പോകുന്ന സാഹചര്യമാണതൊക്കെ. അന്നൊന്നും കരച്ചിൽ വരാത്ത രേണു ഇപ്പോൾ എന്തിനാണ് കരയുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സുധിയുടെ മൂത്ത മകൻ കിച്ചു കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ, ആ വീഡിയോയാണ് നിങ്ങളുടെ സമനില ഇപ്പോൾ തെറ്റിച്ചു കളഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ വീഡിയോയിൽ രേണു സുധിക്കെതിരായി മോശമായിട്ടൊന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല. കോട്ടയത്തേക്ക് മാറി താമസിച്ച ശേഷം അവന്റെ ജീവിതം തകർന്നു പോയതും അവൻ ഏകാഗിയായി മാറിയതും അടച്ചിട്ട മുറിയിൽ 3 വർഷക്കാലം ഒരു കമ്പ്യൂട്ടറുമായി ഒറ്റപ്പെട്ട് ജീവിച്ചതും അതിലൂടെയുണ്ടായ വേദനകളും തുടർന്ന് അവൻ മയക്കുമരുന്നിന് അടിമയായി പോയതുമൊക്കെയാണ് അവൻ പറഞ്ഞത്. അവന്റെ വായിൽ നിന്നും കട്ടിയായിട്ടുള്ളൊരു വാക്ക് വന്നത് കോട്ടയത്തുള്ള ആൾക്കാർ വല്ലാത്ത മനുഷ്യരാണ് എന്ന് മാത്രമാണ്. അത്രയും അവൻ പറഞ്ഞു വെച്ചതിനാണോ ഈ കരച്ചിലൊക്കെ? നിങ്ങളിപ്പോൾ പറയുന്നു ഫേസ്ബുക്കിൽ കയറുവാൻ വയ്യ, ഇൻസ്റ്റഗ്രാം തുറക്കുവാൻ വയ്യ, തെറിവിളികൾ മാത്രമെന്ന്. ഇതിനേക്കാൾ പൂരത്തെറികൾ നിരന്തരമായി ജനം വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളത് ആഘോഷിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ചവിട്ടിക്കയറുവാനുള്ള ചവിട്ടുപടികളാക്കി ആ തെറിവിളികളെ നിങ്ങൾ മാറ്റുകയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു കരച്ചിൽ? അതെ, കിച്ചു നിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൻ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി. നിങ്ങളും നിങ്ങളുടെ കുടുംബവും പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരും മനുഷ്യത്വം എന്നുള്ളത് ലവലേശം തൊട്ടു തീണ്ടാത്തവരുമാണ് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞു എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ നിങ്ങൾക്കിപ്പോഴും പൊരുത്തപ്പെടുവാൻ കഴിയുന്നില്ല. തകർന്നു, നിങ്ങളുടെ കുതിപ്പ് അവസാനിച്ചു. രേണു സുധി എന്ന വ്യക്തി ആരായിരുന്നു എന്നുള്ളത് സമൂഹം വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന്റെ ജാള്യതയാണ് നിങ്ങളുടെ മുഖത്തിപ്പോൾ കാണുവാൻ കഴിയുന്നത്, അല്ലാതെ ഫേസ്ബുക്കിലെ തെറിവിളികൾ കണ്ടിട്ടുള്ള കരച്ചിലേ അല്ല. സത്യത്തിൽ ഒരു സ്ത്രീ അവിഹിത ഗർഭം ധരിച്ചൊടുവിൽ ആ ഗർഭം അലസിപ്പിച്ചു എന്നൊക്കെ സോഷ്യൽ മീഡിയ വിളിച്ചു പറയുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് കൗണ്ടർ ചെയ്യുവാൻ, അത് തെളിയിക്കുവാൻ ധൈര്യമുള്ളവർ വരുവാൻ അങ്ങനെയെങ്കിലും ആൾക്കാർ പറയില്ലേ? അതുപോലും നിങ്ങൾ പറഞ്ഞില്ല, കേട്ട ഭാവം പോലും നടിച്ചില്ല. പക്ഷേ അന്ന് ഹനാൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുവാൻ തയ്യാറായിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? പശുവും ചത്ത് മോരിലെ പുളിയും പോയി എന്ന് പറയുന്നത് പോലെ കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ദേ ഹനാനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പുതിയ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നു. ഹനാൻ പറഞ്ഞ പഴയ കഥകൾ വീണ്ടും വോയിസ് ആയിട്ട് കുത്തിപ്പൊങ്ങുന്നുണ്ട്. പലരും അത് ഇടുന്നുണ്ട്, പലരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും ചെയ്ത ഒരു പെണ്ണല്ലേ. ഓക്കെ, ശരി, ഓക്കെ, സെറ്റ്. ഞാനത് വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ലെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലാത്തവരോടൊക്കെ എടുത്ത് അവൾ ചാടുന്നല്ലോ, ഇത് സത്യമാണോ? നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്? നാണമാകുന്നില്ലേ അത് പിന്നെയും കുത്തിപ്പൊക്കി എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ?
ഓക്കെ ശരി, നിങ്ങളിങ്ങനെ സ്ഥാപിക്കുന്നവർ ഏതായാലും ഞാൻ എന്താ പറയുക ദിവ്യമായിട്ടൊന്നും അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, അതിൻ്റെ ഉത്തരവാദിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്യും. അല്ല ഇപ്പം എനിക്കെന്താ പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ പറയുന്നു, അങ്ങനെ ചെയ്തെന്ന് പറയുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാതിരിക്കുമായിരുന്നു. കാരണം ഹനാൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളിക്കാരി എങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞെന്നും എനിക്കറിയില്ല. ഞാനൊരു കുറ്റം പറഞ്ഞായിട്ട് എങ്ങും കാണുന്നില്ല. പിന്നെ അവരെന്താണ് തിരിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇപ്പം അവരെൻ്റെ കൂട്ടുകാരിയല്ല. കാരണം എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ അവരെൻ്റെ കൂട്ടുകാരിയല്ല. സോ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നറിയാതെ വെറുതെ എന്നെ ഇട്ടി ക്രൂശിക്കുന്നവരോട് ഞാൻ പറയാം, എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ഗർഭം ധരിച്ചു. സുധിച്ചേട്ടൻ വേറൊരു വോയിസ്, സുധിച്ചേട്ടനുള്ളപ്പം ഞാൻ ആരാണ്ടര ഗർഭം ധരിച്ചത്. നിനക്കൊക്കെ നാണമാകുന്നില്ല? നിന്റെയൊക്കെ വീട്ടിലെ കാര്യം അന്വേഷിക്കാനുള്ളതിന് ഈ രേണുസുതി എന്ത് കാണിക്കുന്നതെന്ന് നോക്കി നടക്കുന്ന ചെറ്റകളാണല്ലോ നീയൊക്കെ. നാണോ മാനോ ഇല്ലേ? ഹനാന്റെ വോയിസിനോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഇരിക്കുമല്ലോ. പക്ഷെ ഹനാൻ തന്നെ കൊണ്ടുവരട്ടെ ആ ഉത്തരവാദിയെ. ഒരു 22 വയസ്സുള്ള ചെറുക്കനെന്ന് പറഞ്ഞില്ലേ, ആ ചെറുക്കനെ കൊണ്ടുവരട്ടെ എന്നേ. പിന്നെ പണ്ടത്തെ ഒരു വോയിസ് ഞാൻ അറിഞ്ഞില്ല, ഫിറോസിക്കാടെ ഒരു വോയിസും ഇട്ടെന്ന് ഞാൻ അറിഞ്ഞു. CC ക്യാമറ കണ്ടത്. കണ്ടെങ്കിൽ കൊണ്ട് വരട്ടെ എന്നേ ആണിനെ. ആണില്ലാതെ പെണ്ണ് ഗർഭിണിയാകത്തില്ലല്ലോ, മനസ്സിലായോ? കൊണ്ടുവാടാ, എല്ലാവരും കൊണ്ടുപോവാ. ഈ പറയുന്നവനെല്ലാം കൊണ്ടുപോവാ ഇതിന്റെ ഉത്തരവാദിയെ അല്ലെങ്കിൽ ഉത്തരവാദികളെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് കേസ് കൊടുക്കാം. എന്തായാലും പീഡനമായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ തന്നെ, ഞാൻ അബോർഷൻ ആക്കണമെങ്കിൽ. സോ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഉത്തരവാദിയെ കൊണ്ടുപോവാ, മനസ്സിലായല്ലോ? അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, സെറ്റ്. ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഹനാൻ ഈ പ്രസ്താവന നടത്തുന്ന സമയത്ത് നിങ്ങൾ ബിഗ് ബോസിനുള്ളിലാണ്, നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ബിഗ് ബോസിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡായത് തന്നെയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെ അതിനെതിരെ ഒരു വാക്കുപോലും നിങ്ങൾ ഉരിയാടാൻ തയ്യാറാകാതിരുന്നത്? നിങ്ങളുടെ വായിൽ കുരുവായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നിങ്ങൾ അന്ന് മൗനമായിരുന്നത് കൊണ്ട് ഈ സമൂഹം ഉറപ്പിച്ചു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് പ്രതികരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിന്റെ തെളിവ് കൊണ്ടുവരണം എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്? അതെ, കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ ആകെപ്പാടെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് സകലതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് സംസാരിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. സ്വയം സെലിബ്രിറ്റി എന്ന് വിശേഷിപ്പിച്ച് നടക്കുന്ന നിങ്ങളെപ്പോലെ ഒരു വ്യക്തി പബ്ലിക്കിന്റെ മുൻപിൽ വന്ന് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അതിനെ നിസ്സാരമായി കാണുവാൻ ഈ സമൂഹത്തിന് കഴിയില്ല. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ കമന്റ് എഴുതുന്ന ആൾക്കാർ അതിനെ പുച്ഛിച്ചു തള്ളുമായിരിക്കും. എന്നാൽ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, നിയമ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്ന രേണുസുതി എന്ന സ്ത്രീയെ എത്രയും വേഗം സന്ദർശിച്ച് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യണം. അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിക്കണം, അല്ലെങ്കിൽ പോലീസ് മേധാവികൾ സ്വീകരിക്കണം എന്ന് ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. ഇല്ലായെങ്കിൽ ഒരുപക്ഷെ ഈ റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ പലരും കോടതി കയറി ഇറങ്ങേണ്ട ഗതികേടിലേക്ക് എത്തും. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, മിനിറ്റിനാണ് രേണുസുതിയുടെ സ്റ്റോറികൾ ഓരോന്നും ഇൻസ്റ്റഗ്രാമിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും എവിടെ പോയാലും എന്തു പറഞ്ഞാലും അതെല്ലാം സ്റ്റോറി ആയിട്ട് വരും. ഉറങ്ങുവാൻ തുടങ്ങുന്നതിന് മുൻപ് ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയം വരെയുള്ള സകല ചലനങ്ങളും മിനിറ്റുകൾക്കുള്ളിൽ സ്റ്റോറിയാക്കുന്ന രേണുസുതി കിച്ചുവിന്റെ വീഡിയോയെക്കുറിച്ച് ഒരഭിപ്രായവും ഇതുവരെ പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണ്? കിച്ചു പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളാണോ? ആ വീട്ടിൽ വെച്ച് അവൻ അനുഭവിച്ച ഒറ്റപ്പെടലും ദുരനുഭവങ്ങളും, പട്ടിയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നിങ്ങൾ അവനെ നോക്കാതിരുന്ന കാര്യങ്ങളും, അത് ശരിയാണോ? അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? നിങ്ങൾക്കതേക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുവാൻ സമൂഹം കാതോർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ വീഡിയോകൾ വരുമ്പോഴും അതേക്കുറിച്ചുള്ള എന്തെങ്കിലും പരാമർശം ഉണ്ടാകും എന്ന് കരുതിയാണ് ജനങ്ങൾ അത് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ എങ്ങും തൊടാതെയുള്ള മറ്റു ചില വർത്തമാനങ്ങൾ, അത് കേൾക്കുമ്പോഴേ അറിയാം സംഗതി കൈവിട്ടു പോയി എന്ന്. ഈ ആത്മഹത്യ ചെയ്തു കളയും എന്നുള്ള പ്രസ്താവന, ഈ പ്രസ്താവനയുടെ പിൻപിലുള്ള ചേതോവികാരം എന്താണെന്ന് അറിയുവാൻ വേണ്ടി അധികമൊന്നും റിസർച്ച് നടത്തേണ്ട ആവശ്യമില്ല. അടുത്ത വീഡിയോയുമായി ഇനി കിച്ചു വരരുത്. കൂടുതലൊന്നും ഇനി അവൻ തുറന്നു പറയാൻ തയ്യാറാകരുത്. അതിനുള്ള ഭീഷണിയാണ് ഈ ആത്മഹത്യാ സന്ദേശം. എന്ന് വെച്ചാൽ പെട്ടു. ഇത്രയും കാലം കളിച്ചതുപോലെയുള്ള കളിയല്ല ഇനി കളിക്കാൻ പോകുന്നത്. കളി മാറി. കൊല്ലം സുധിയുടെ വിധവ ജീവിക്കുവാൻ വേണ്ടി, 2 മക്കളെ വളർത്തുവാൻ വേണ്ടി, കുടുംബം പോറ്റുവാൻ വേണ്ടി അറിയാവുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ ഇറങ്ങിയതാണ്. ഇതൊക്കെയായിരുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്തവർ സമൂഹത്തിന്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്ത ടിപ്പുകൾ. വലിയൊരു കൂട്ടം ആൾക്കാർ അതിൽ കൊത്തിയില്ല. എന്നാൽ വെളിവും ബോധവുമില്ലാത്ത കുറച്ചുപേർ നിങ്ങൾക്കൊപ്പം നിന്നു. ആ ജനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള രേണുസുതി ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
നിങ്ങൾക്ക് പറയുവാൻ ഇപ്പോഴും ധാരാളം ന്യായങ്ങളുണ്ട്. കൊല്ലം സുധിയുടെ മകനെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല ശരിക്കും. മാത്രവുമല്ല, ഒരു രണ്ടാനമ്മ തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ വകയിലുള്ള കുട്ടിയോട് ഏത് രീതിയിലുള്ള പെരുമാറ്റമാണോ കാഴ്ചവെക്കേണ്ടത് അതുമാത്രമേ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ അങ്ങോട്ട് കാച്ചിക്കൊടുക്കണം പിള്ളച്ച സോഷ്യൽ മീഡിയയുടെ മുൻപിലേക്ക് വന്നിട്ട്. ഒരു രണ്ടാനമ്മയുടെ കീഴിൽ പീഡനം അനുഭവിച്ച, വേദന ചുമന്ന് ജീവിച്ച ഒട്ടനവധി കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും സ്വന്തം കുട്ടിയോട് പെരുമാറുന്നതുപോലെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനോട് പെരുമാറുവാൻ കഴിയില്ല. അവിടെ വേറെ കൃത്യങ്ങൾ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ കിച്ചുവിനോട് ചെയ്യേണ്ടത് മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ രണ്ടാനമ്മമാരും ഇത്തരത്തിലുള്ള കുട്ടികളോട് ചെയ്യുന്നതും ചെയ്യേണ്ടതും മാത്രമേ നിങ്ങളും ചെയ്തിട്ടുള്ളൂ. അതങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. തന്നെയുമല്ല, ഋതപ്പിനെ സ്നേഹിക്കുന്നത് പോലെ കിച്ചുവിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ഈ സമൂഹത്തിന് മനസ്സിലാക്കാൻ ഒത്തിരി വിവരവും ബോധവും ഒന്നും വേണ്ട. അങ്ങനെയുള്ളപ്പോൾ ഈ കരച്ചിലിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇതിനിടയിൽ നിങ്ങൾക്കൊരു വലിയ തെറ്റുപറ്റി. നിങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് പൊന്നുപോലെയാണ് നിങ്ങൾ കിച്ചുവിനെ നോക്കിയിരുന്നത് എന്നാണ്. അവൻ ആവശ്യമുള്ള പണം അവൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കാറുണ്ട്. എപ്പോഴും അവനെ വിളിച്ച് അവൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഓൺലൈൻ ചാനലുകാരുടെ മുൻപിൽ നിന്നുകൊണ്ട് കിച്ചുവിനെ വിളിച്ച് സ്പീക്കറിലിട്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള ആ അടുപ്പത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. സോഷ്യൽ മീഡിയയുടെ മുൻപിൽ ഇതൊക്കെ തള്ളി മറിക്കുമ്പോൾ എനിക്ക് 2 മക്കളാണുള്ളത് എന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയവിശാലതയെ ഓർത്ത് കൈയടിച്ച നിങ്ങളുടെ അഭ്യുദയകാംക്ഷികൾക്ക് മുമ്പിൽ നിങ്ങളിപ്പോൾ പെരുങ്കള്ളിയായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കരച്ചിൽ വന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആത്മഹത്യാ ഭീഷണി തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. കാരണം ആ പാവം കിച്ചു ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് വെച്ച് ഇനിയിപ്പോൾ അവൻ സോഷ്യൽ മീഡിയ തന്നെ വേണ്ടാന്ന് വെച്ചാൽ അത്രയും രക്ഷപ്പെട്ടില്ലേ നിങ്ങൾ. പക്ഷേ സമൂഹത്തിന് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ട്. ജനം ഈ വിഷയം വിട്ടുകളയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ പല ആൾക്കാരും കൊല്ലത്തേക്ക് വണ്ടി വിട്ടു തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. കിച്ചു ഇനിയും സംസാരിക്കും. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ എങ്ങനെ പറയണം എന്ന് അവൻ അറിയില്ലെന്നാണ് ആ വീഡിയോയിൽ അവൻ പറഞ്ഞു വെച്ചത്. എന്നാൽ വ്യക്തിപരമായി അവനെ സന്ദർശിച്ച വ്യക്തികളോടൊക്കെ അവൻ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരതെല്ലാം സമയം വരുമ്പോൾ പുറത്തുവിടും. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതോടുകൂടി രേണുസുതി എന്ന ചാപ്റ്റർ സമ്പൂർണ്ണമാവും. അതുണ്ടാവാതിരിക്കുവാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപിലെറിയുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോഴത്തെ ഈ ആത്മഹത്യാ ഭീഷണി. പക്ഷേ ഇത് കുഞ്ഞുങ്ങളെയല്ല, നിസ്സാര പ്രശ്നമല്ല. പബ്ലിക്കിന്റെ മുൻപിൽ വന്ന് എനിക്ക് മരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. പോലീസ് അത് അന്വേഷിക്കണം, സ്വമേധയാ കേസെടുക്കണം. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഈ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടികളുമായി പൊതുജനം മുൻപോട്ടിറങ്ങിത്തിരിക്കും. സത്യത്തിൽ ഇപ്പോഴും സമൂഹം വെയിറ്റ് ചെയ്യുന്നത് കിച്ചു പുറത്തുവിട്ട വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് രേണുസുതിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയാണ്. അതേക്കുറിച്ച് വളരെ വിശദമായി നിങ്ങളിൽ നിന്ന് കേൾക്കുവാൻ പൊതുജനം ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ. പക്ഷേ അതേക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയില്ല എന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നിഷേധിക്കുവാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളാണ് അതെല്ലാം. കിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിഷേധിച്ചാൽ മനസ്സിലുള്ളത് മുഴുവനും അവൻ വാരി പുറത്തിടുമെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വാസ്തവത്തിൽ ഈ സ്വന്തം ഭർത്താവ് മരിച്ചു കിടക്കുന്ന സമയത്ത് പിക്നിക്കിന് പോകുന്നത് പോലെ അടിച്ചു പൊളിച്ച് യാത്ര ചെയ്തതും 5 സ്റ്റാർ ഹോട്ടലുകളിൽ കയറി മുന്തിയ ഫുഡ് കഴിച്ച് ആഘോഷിച്ചതും 89,000 രൂപ ആശുപത്രി ചെലവ് വന്ന ഇടത്ത് 1,80,000 രൂപ ഫ്ലവേഴ്സുകാരോട് വാങ്ങിക്കൊണ്ടിരുവാൻ പറഞ്ഞ് ബില്ലുണ്ടാക്കിയതും ഇതൊക്കെ പുറം ലോകത്തിന്റെ മുൻപിൽ വന്ന സ്ഥിതിക്ക് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ കുടുംബം എന്താണെന്നും ലോകത്തിന് വീണ്ടും കൃത്യമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഈ കിച്ചു എന്ന കുട്ടിയോട് മാത്രമല്ല, കൊല്ലം സുധിയോടും ഒരു പരിധി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വെറുപ്പായി. നിങ്ങളുടെ വീട്ടിൽ വെച്ച് സ്വന്തം മകനോട് പോലും സംസാരിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ തകർന്നു വീണു. ഷൂട്ടിങ്ങിന് പോകുന്ന സ്ഥലത്ത് മകനെ കൂട്ടിക്കൊണ്ടു പോവുകയും അവിടേക്കുള്ള യാത്രാമധ്യേ മകനോട് സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു ഗതികെട്ട ജീവിതത്തിലേക്ക് ആ മനുഷ്യൻ വീണുപോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എത്ര ക്രൂരയായ സ്ത്രീയാണ് എന്ന് സമൂഹം തിരിച്ചറിയുകയാണ്. എന്തായാലും കിച്ചുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ സങ്കടമാണ് തോന്നുന്നത്. ചില മനുഷ്യജന്മങ്ങൾ ഇങ്ങനെയാണ്. ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാലങ്ങളിൽ ഉല്ലസിച്ച് സന്തോഷിച്ച് നടക്കേണ്ട കാലങ്ങളിൽ വേദനയുടെ നടുക്കയങ്ങളിലേക്ക് താഴ്ന്നു പോകുന്ന ചില മനുഷ്യരുണ്ട്. അവരിൽ ഒരാളാണ് കിച്ചു. നൊന്തുപറ്റ സ്വന്തം കുഞ്ഞിന് ഓർമ്മ വെക്കുന്നതിന് മുൻപ് അവർ അവരുടെ സുഖം തേടി മറ്റൊരുത്തന്റെ കൂടെ ഓടിപ്പോകുന്നു. തുടർന്ന് രണ്ടാനമ്മയ്ക്കൊപ്പമുള്ള ജീവിതം നിരന്തരം കലഹവും കലാപവുമായി ഒരു സ്വസ്ഥതയുമില്ലാതെ വീർപ്പുമുട്ടുന്ന ഭീകരാവസ്ഥ. ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു അരക്ഷിതാവസ്ഥയാണ് ഇത് അവന് സമ്മാനിക്കുന്നത്. ഏറെ താമസിയാതെ രണ്ടാനമ്മയുടെ കീഴിൽ നിന്നും അവൻ സ്വതന്ത്രനാവുകയാണ് 3ാം അമ്മയുടെ കീഴിലേക്ക്. വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് വീണു എന്ന് പറഞ്ഞ അനുഭവമായി പോയി ആ വീട് അവന് സമ്മാനിച്ചത്.
സത്യത്തിൽ പുറം ലോകം അറിയരുത് എന്ന് ആഗ്രഹിച്ച് ഈ കുട്ടി ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്നതാണ് ഈ സങ്കടങ്ങളെല്ലാം. പക്ഷെ നാണം കെട്ട് ഇനി നാണം കെടുവാൻ പറ്റില്ല എന്ന സ്ഥിതിയിലേക്ക് അവൻ എത്തിച്ചേർന്നപ്പോൾ, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടപ്പോൾ അവന് പുറം ലോകത്തോട് എല്ലാം തുറന്നു പറയേണ്ടി വന്നു. രേണുസുതി, നിങ്ങളിത് ചോദിച്ചു വാങ്ങിയതാണ്. നിങ്ങൾ കരുതിയിരുന്നത് അവൻ ഒരിക്കലും ഇതൊന്നും പുറം ലോകത്തോട് പറയില്ല എന്നായിരുന്നു. ഇത്രയും കാലം അവൻ വായ തുറക്കാതിരുന്നത് അതായിരുന്നു നിങ്ങളുടെ വിജയമായി മാറിയ പ്രധാനപ്പെട്ട ഘടകം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആരായിരുന്നു എന്നുള്ളത് അവൻ ലോകത്തിന്റെ മുമ്പിൽ തുറന്നടിച്ചു. അത് നിങ്ങളെ തകർത്ത് കളഞ്ഞു. ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുകയാണ്. നിങ്ങൾ കള്ളു കുടിച്ച് കൂത്താടുന്ന വീഡിയോ പുറത്തുവിട്ടപ്പോഴും, കിടപ്പറ ദൃശ്യങ്ങൾ അഭിനയിച്ചു കാട്ടിയപ്പോഴും, ബാറിൽ പോയി നൃത്തം ചെയ്തപ്പോഴും ഞാൻ മദ്യപിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് കുടിക്കുന്ന മദ്യത്തിന്റെ ബ്രാൻഡ് പോലും ലോകത്തോട് വെളിപ്പെടുത്തിയപ്പോഴും ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിന്നു. പക്ഷെ അവർ പോലും ഇനി നിങ്ങൾക്കൊപ്പം ഉണ്ടാവില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു. നിങ്ങൾ കള്ളിയായിരുന്നു എന്നത് ലോകത്തിന് ബോധ്യപ്പെടുകയാണ്. അത് ഇപ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെട്ടു. അതിന്റെ കണ്ണീരാണ് സമൂഹം ഇപ്പോൾ കാണുന്നത്. പക്ഷേ സംഗതി ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് കളികൾ പലതും ആരംഭിക്കാൻ പോവുകയാണ്. എത്ര ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണെങ്കിലും സമ്മാനം വാങ്ങാൻ താഴെ വരുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ താഴേക്ക് വരാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ പന്ത് കിച്ചുവിന്റെ കോർട്ടിലാണ്. ഇനിയുള്ള കാര്യങ്ങൾ അവന്റെ കയ്യിലാണ്. അവൻ കളിച്ചു തുടങ്ങുകയാണ്. എന്താകും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു മിനിമം ബോധം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ആ ബോധത്തിൽ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ്. പണവും പ്രതാപവും ഒക്കെ മനുഷ്യരെ അഹങ്കാരികളാക്കി മാറ്റും എന്നുള്ളത് നേരാണ്. പക്ഷേ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നേരത്തെയായിപ്പോയി. ഒന്ന് ചുവട് ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അഹങ്കാരത്തിന്റെ ഉത്തുംഗ ശൃംഖത്തിലേക്ക് കയറി. ഇനിയിപ്പോൾ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണുക, അത്ര മാത്രമേ ഉള്ളൂ. എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം? കമന്റ് ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.